ഈമാനില് അഹ്ലുൽ ഖിബ്ല അഭിപ്രായത്തിലായ 4 ഫിർഖത്തിനെ സംബന്ധിച്ചാണ് അയിന് റഹ്മത്തുള്ളാഹി അലൈഹി ഹിന്ദുത്വക്കാരിലൂടെ പറഞ്ഞു വരുന്നത്. അതിൽ നമ്മൾ 3 ഫിർഖത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇന്നൊരു ഫിർഖത്ത പറയാനുള്ളത്. അൽ ഫിർഖത്തു റാബിയ, 4-ാമത്തെ ഫിർഖത്ത് കാലൂർ പറയുന്നു, ഇന്നൽ ഈമാന ഫിഅലുൽ ഖൽബി വൽ ലിസാനി മാ സായിരിൽ ജവാരി. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതുവരെ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളിൽ നിന്നും ഒരു ഇമാമിനെ മാത്രമേ പറ്റി പറഞ്ഞുള്ളൂ. ആരെ? അബൂ ഇമാമിനെ പറ്റി. ഇനി 3 ഇമാമികൾ വേറെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ഫിർഖത്തോടെ പറയാനുണ്ട്. അപ്പോൾ ഇനിയുള്ള ഫിർഖത്തുള്ളത് പ്രധാനപ്പെട്ട ഫിർഖത്താണ്. ആ ഫിർഖത്തിൻ്റെ അഭിപ്രായം എന്താണ്? അവർ വാദിക്കുന്നു, ഫേലുൽ കൽബി വൽ ലിസാനി, കൽബിൻ്റെ പ്രവർത്തനമാണ് വല്ലിസാനി, അതൊക്കെ വാവുണ്ട് അത്തുപ്പായിട്ട് വല്ലിസാനി, നാവിൻ്റെയും പ്രവർത്തനമാണ്. മാ സായിരിൽ ജവാരി, മറ്റുള്ള മുഴുവൻ അവയവങ്ങളോടും കൂടി. ടോട്ടലൈസാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഈമാൻ എന്ന് വീണ്ടും പറയുന്നത്. കൽബിൻ്റെ പ്രവർത്തനം, നാവിൻ്റെ പ്രവർത്തനം, മുഴുവൻ അവയവങ്ങളുടെ പ്രവർത്തനം ആണ് കേട്ടോ. ഇതാണ് ഇവിടെ കാഴ്ചപ്പാട്. വഹും, ഇവരാരാ ഇത്? ഈ അഭിപ്രായം രേഖപ്പെടുത്തിയ മഹത്തുക്കൾ അസ്ഹാബുൽ ഹദീസ്, ഹദീസിൻ്റെ വക്താക്കളായ ഉലമാക്കൾ. ബുഖാരി ഇമാമിനെ പോലെ മുസ്ലിമാനെ പോലത്തെ ഹദീസിൻ്റെ വക്താക്കളുടെ പൊതുവെയുള്ള നിലപാട് ഇതാണ്. ഈമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽബിൻ്റെ പ്രവർത്തനം മാത്രമല്ല, ലിസാൻ്റെ പ്രവർത്തനം മാത്രമല്ല, കൽബിൻ്റെയും ലിസാനിൻ്റെയും മറ്റുള്ള മുഴുവൻ അവയവങ്ങളുടെയും പ്രവർത്തനമാണ് ഈമാൻ കേട്ടോ. ആ മാലിക് റഹ്മത്തുള്ളാഹി തആലയുടെ അഭിപ്രായം ഇതാണ്. ഷാഫിഈ, ഷാഫിഈ റളിയല്ലാഹു തആലയുടെ അഭിപ്രായം ഇതാണ്. അഹ്മദ് തങ്ങളുടെ അഭിപ്രായം ഇതാണ്. അൽ ഔസായി തങ്ങളുടെ അഭിപ്രായം ഇതാണ്. റഹ്മത്തുള്ളാഹി തആല അവരുടെയൊക്കെ അഭിപ്രായം ഇതാണ്. അത് 3 മദ്ഹബ് ഇമാമുകളുടെ ഒന്ന്. ആരൊക്കെയാ? മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ഇമാം റഹ്മത്തുള്ളാഹി. മനസ്സിലായോ? പിന്നെ വലിയൊരു സംഘം ഉലമാക്കൾ വന്നു. ആരാ? അസ്ഹാബുൽ ഹദീസ്. അറിയില്ലേ? വലിയൊരു ബൃഹത്തായൊരു സംഘത്തിൻ്റെ അഭിപ്രായം എന്താണ് കേട്ടോ. കാലൽ ഇമാമറുകൾ പറയുന്നു, വഹുവ മദ്ഹബുൽ മുഅ്തസില, ഇത് മുഅ്തസിലത്തിന്റെ മദ്ഹബുമാണ് കേട്ടോ. അപ്പോൾ ഇമാം പറഞ്ഞ ഈ റഹ്മത്തുള്ളാഹി ഹനഫി മദ്ഹബുകാരനാണ്. മനസ്സിലായില്ലേ? ആ വഹുവ മദ്ഹബുൽ മുഅ്തസിലത്തി, ഇത് മുഅ്തസിലത്തിന്റെ മദ്ഹബുമാണ്. മനസ്സിലായോ? മുഅ്തസിലത്തിന് ഇതേ അഭിപ്രായം തന്നെയാണ്. വൽ ഖവാരിജി, ആരുടെയും? ഖവാരിജിന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. സെയ്ദിയത്തി, മറ്റൊരു അവാന്തര വിഭാഗമാണ് എന്ത്? സെയ്ദിയ. ഇപ്പോൾ അതൊന്നുമില്ല. സെയ്ദിയ എന്ന വിഭാഗം ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഇവരുടെ അഭിപ്രായം ഇതാണ്. അപ്പോൾ ഈ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു യോജിപ്പ് ഇവർ തമ്മിൽ ഇതിൻ്റെ തലപ്പത്ത് കടക്കിൽ വരുന്നുണ്ടോ. പിന്നെ ഇവരെന്ത് ചെയ്യും? വേർപിരിയും. മനസ്സിലായില്ലേ? അപ്പോൾ മുഅ്തസിലത്തിന്റെ അഭിപ്രായം തന്നെ ഇമാമിങ്ങൾ പറഞ്ഞോ, ഖവാരിജിന്റെ അഭിപ്രായം ഇവർ പറഞ്ഞോ എന്നുള്ളൊരു സംശയം നമ്മുടെ മനസ്സിൽ വരില്ല. അങ്ങനെയല്ല, തുടക്ക ഭാഗത്ത് നോക്കുമ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഒരു യോജിപ്പ് കാണുന്നുണ്ട്. ആ കാണുന്നതിനെ പറ്റി പറയുകയാണ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? വേറെ അപ്പോൾ മദ്ഹബുൽ മുഅ്തസിലത്തിന്റെ മദ്ഹബ് ഇതാണ്. വൽ ഖവാരിജി, ഖവാരിജിന്റെ മദ്ഹബ് ഇതാണ്. സെയ്ദിയത്തിന്റെ മദ്ഹബ് ഇതാണ്. അമ്മ അസ്ഹാബുൽ ഹദീസി, അപ്പോൾ അസ്ഹാബുൽ ഹദീസാണ് ഫലഹും അഖ്വാലുൻ സലാസ, അവർക്കെന്താണ്? 3 അഭിപ്രായങ്ങളുണ്ട്. അല്ല പോലും ഒന്നാമത്തേത് അന്നൽ മാരിഫത്ത, നിശ്ചയമായും അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞു ഉൾക്കൊള്ളുക എന്നത് ഈമാനും കാമിൽ, എന്താണ്? സമ്പൂർണമായ ഈമാനാണ്. ഔവൽ അസുൽ, അതാണെന്ത്? അടിത്തറ, ചുവട്, അതാണ് കേട്ടോ. സുമ്മ ബാധതാലിക്ക, പിന്നെ അവർ പറയുന്നതാണ്, അങ്ങനെ അടിയുറച്ച അസലായ ചുവടായ ആ ഈമാനും കാമിലും സ്വായത്തമാക്കിയതിന് ശേഷം സുമ ബാധതാലിക്ക, പിന്നെ അതിനുശേഷം കുല്ലു താഴ്, എല്ലാ വഴിപ്പെടലും, സുന്നത്ത് നോമ്പ്, തസ്ബീഹ് ചൊല്ലല്, നോമ്പ്, ഹജ്ജ് ചെയ്യല്, എല്ലാം എന്താണ്? ഈമാനും. എന്താണ്? ഈമാനാണ്. അലാഹിദത്തിൻ, അതാതിൻ്റെ നിലയ്ക്ക് എല്ലാം എന്താണ്? ഈമാനികമായ കാര്യങ്ങളാണ്. അങ്ങനെയാണ് അവർ പറയുന്നത് കേട്ടോ. മാലം തൂജതിൽ മഅരിഫത്തു വൽ ഇഖ്റാർ കേട്ടോ. വലാ ശൈഅ മിനൽ മആസി കേട്ടോ. വരി മാറിപ്പോ കേട്ടോ. അപ്പോൾ ജഅമു, അവർ വാദിക്കുന്നു, അന്നൽ ജുഹൂദ വ ഇൻകാറൽ കൽബി, അസ്ഹാബുൽ ഹദീസ് പിന്നെ വാദിക്കുകയാണ്, നിഷേധിക്കുക കേട്ടോ. ഈമാനിനെ നിഷേധിച്ച് പറയാം. അപ്പോൾ ഇൻകാറൽ കൽബ്, പിന്നെന്താണ്? കൽബ് കൊണ്ട് എന്ത് ചെയ്യുക? അതിനെ വെറുക്കുക, അതിനെ വെടിയുക. അതൊക്കെ എന്താ? കുഫർ. എന്താണത്? അത് കുഫറാണ്. സുമ്മ കുല്ലു മഅസിയത്ത്, പിന്നെ എല്ലാ മഅസിയത്തുമാവുന്നു, ബഅദഹു, അതിനുശേഷമുള്ള
എല്ലാ മഴസിയത്തുമാവുന്ന കുഫുർ. അതൊന്നും തന്നെയാണ്, നിഷേധം തന്നെയാണ്. അലാഹിദത്തിൽ അതിൻ്റേതായ നിലക്കുള്ള നിഷേധം തന്നെയാണ് എന്നവർ പറയുന്നു. വലം വെജാലു ഷെയ്അം മിന താആത്തി ഈമാനൻ, അവരാക്കിയിട്ടില്ല താഴത്തുകളിൽ നിന്ന് ഒന്നിനെ എന്താക്കിയിട്ടില്ല, ഈമാനാക്കിയിട്ടില്ല. മാലം തൂജതിൽ മാരിഫത്ത് വൽ ഇഖ്റാർ, എന്താണ് അറിഞ്ഞുൾക്കൊള്ളലും അതുകൊണ്ടുള്ള ഏറ്റ് സമ്മതിക്കലും ഉണ്ടാകാത്തടത്തോളം കാലം. ഒരാൾ നോമ്പ് പിടിച്ചു, അതെന്താവില്ല, ഈമാനാകും. എന്തിനു വേണം? ഈ മാരിഫത്ത് ഇഖ്റാറുണ്ടാകും. ഉണ്ടെങ്കിൽ എന്താവുള്ളൂ, അത് ഈമാൻ കേട്ടാ. അപ്പോൾ അതുണ്ടാകാതെ അതിന് ഈമാനിൽപ്പെട്ടതായിട്ട് ഇതില്ല, അവരാക്കിയിട്ടില്ല. അവർ മെജാലു ഷെയ്അമിന താഴത്തി, താഴത്തുകൾ വടിപ്പെടലുകളിൽ നിന്നൊന്നും വിഭാഗത്തുകളിൽ നിന്നൊന്നും അവരാക്കിയിട്ടില്ല, ഈമാനാക്കിയിട്ടില്ല. മാലം തൂജിത്തിൽ മാരിഫത്ത് വൽ ഇഖ്റാർ, ഏറ്റ് സമ്മതിക്കലും കൽബ് കൊണ്ടുള്ള അറിഞ്ഞുൾക്കൊള്ളലും ഉണ്ടാകാത്തിടത്തോളം കാലം കേട്ടോ. വലാ ഷെയ്അം മിനൽ മആസി കുഫ്റൻ, മാനസികത്തുകളിൽ ഒന്നിനെയും ഈമാനിൻ്റെ ഓപ്പോസിറ്റ് എന്താക്കിയിട്ടില്ല, കുഫ്റാക്കിയിട്ടില്ല. മാലം യുജദിൽ ജുഹൂദ് വൽ ഇൻകാർ, എന്തെത്തിക്കപ്പെടാത്തത്തോളം കാലം, ജുഹൂദ് നിഷേധവും ദൈവനിഷേധവും ഇൻകാർ വെറുപ്പും വിടിയലും എത്തിക്കപ്പെടാത്തിടത്തോളം കാലം ഒരു മഴസിയത്തിനെ അവരെന്താക്കിയിട്ടില്ല, കുഫ്റാക്കിയിട്ടില്ല. അപ്പോൾ ഇതുള്ള ഒരാൾക്ക് ഏത് മഴസിയത്ത് ചെയ്താൽ അയാൾക്ക് എന്തുണ്ടാവും, ഈമാനുണ്ടാവും. മനസ്സിലായില്ലേ? സാബിൽ ഹദീസിൻ്റെ അപ്പോൾ ഒരു ഇപ്പോൾ തന്നെ അറിയാലോ, മുസ്ലിങ്ങൾ പലരും വളരെ വൃത്തികെട്ട സ്വഭാവം, മറ്റു സമുദായത്തിൽപ്പെട്ടവർ ചെയ്യാത്ത പോലും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. മനസ്സിലായി? എന്നാലും അതൊരു ഇവിടെ കിതാബിൽ കണ്ട പോലെ കബറക്കം ചെയ്യപ്പെട്ട സ്ത്രീയെ പുറത്തെടുത്തിട്ട് ഇതിനെ ചെയ്യുക. മനസ്സിലായില്ലേ? അതൊക്കെ എത്രയോ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. പഴയ ചരിത്രങ്ങളിൽ പലതും സംഭവിക്കുമല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ എത്ര വലിയ കടുത്ത പാപങ്ങൾ ചെയ്താലും അയാൾക്ക് എന്തില്ല, ജുഹൂദ് ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ജുഹൂദ് ഉണ്ടായിട്ടില്ല എങ്കിൽ, ഇൻകാറുണ്ടായിട്ടില്ല എങ്കിൽ അതൊന്നും ഉണ്ടാവില്ല, കുഫ്റാവില്ല. ഈമാൻ തള്ളിപ്പോകുന്ന, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കുഫ്റ് ആവില്ല. നമ്മൾ തന്നെ മിഷ്കാത്തിൽ ഹദീസ് പഠിച്ചില്ലേ, വളരെ വേറും തെമ്മാടിയായി ജീവിച്ച ഒരാൾ മരണാസന്നനായപ്പോൾ ചെയ്തു, അയാൾ പടച്ചവനെ പേടിച്ചു. പടച്ചവനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചവൻ ഈമാനിലോണം ചെയ്ത് പടച്ചവനെ പേടിച്ചു. അപ്പോൾ അയാളുടെ പിൻഗാമികളായ വാരിസ്യങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മയ്യത്തിന് നിങ്ങൾ കത്തിക്കണം. കത്തിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ പൊടിയാക്കണം. പൊടിയാക്കിയിട്ട് ആ പൊടി എന്ത് ചെയ്യണം, വിവിധങ്ങളായ ജലാശയങ്ങൾ കൊണ്ട് നിങ്ങൾ വിതറിക്കളയണം പറയും. അപ്പം അടുത്ത നദികളോ കടലോ ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ കൊണ്ട് എന്ത് ചെയ്യാനും വിതറിക്കളയാം. അപ്പോൾ ഇതിനെ പോയല്ലോ, പിന്നെ ഇനി ശിക്ഷിക്കപ്പെടാതിരിക്കാനും ഒരവസരം ചിലപ്പോൾ അതിനെ തുടർന്നുണ്ടായേക്കാമെന്നൊരു ചുമ്മുരുന്ന ഈ എല്ലാം പോയതിനെ കച്ചത്തുരുമ്പും പിടിവള്ളി എന്ന് പറഞ്ഞ അവസ്ഥ പോലെ അദ്ദേഹം പറയാണ്. അങ്ങനെ അള്ളാഹു താല ഇന്നുള്ള അലാകുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു താല ഈ വെള്ളങ്ങളോടും കടലുകളോടൊക്കെ ഒരുമിച്ച് പറഞ്ഞു. ഈ മരിച്ചുപോയ വ്യക്തിയുടെ ബോഡിയുടെ ആ സാധനം എന്ത് ചെയ്യുക, ഒരുമിച്ച് കൂട്ടി അതിനെ അള്ളാഹു താല പുനഃസൃഷ്ടിച്ചു. മരണപ്പെട്ടുപോയാളെ പുനഃസൃഷ്ടിച്ചു. എന്നിട്ട് ആളോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആവശ്യം നിൻ്റെ വാരിസ്യങ്ങളോട് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ അദ്ദേഹം ജയിച്ചു വരും. അദ്ദേഹം പറഞ്ഞു, നിന്നെ പേടിയിട്ടാണ്, നിൻ്റെ ഇക്കാമിനെ, നിൻ്റെ ശിക്ഷയെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു പോയതാണ് ലോകത്തിൽ. മനസ്സിലായില്ലേ? അല്ലാഹു തആല പുറത്തു കൊടുത്തു. നിഷ്കാത്തിൽ നമ്മൾ പഠിച്ച ഹദീസാണത്. എന്ന് വെച്ചാൽ തോന്നിയാസം ചെയ്യാന്നാണ് അർത്ഥം. അതൊക്കെ ഒരു ചാൻസുകളാണ്. മനസ്സിലായി? നമ്മുടെ എല്ലാ യാത്രകളും നമ്മുടെ എല്ലാം അവസാനം ആഖിർ വക്തും എങ്ങനെയാവുന്ന ആർക്കറിയുള്ളൂ. അപ്പോൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക വിജയത്തിലേക്ക് എത്തിപ്പെടാൻ കേട്ടോ. അപ്പം ഈ ജുഹൂദും ഇൻകാറും ഇല്ലാത്തിടത്തോളം കാലം എന്താണ്, ഒരു മാസിയത്ത് ഉണ്ടാവില്ല, അത് കുഫ്ർ ആവില്ല. അസ്ഹാബുൽ ഹദീസ് പറയാം, ഇല്ല അസ്വലത്താത്തി, കർശയമായും താത്തുകളുടെ എല്ലാം ചുവട് അല്ല ഈമാനാണ്. അസ്വലുൽ മാസിയത്തുകളുടെ എല്ലാം അസ്വൽ എന്താണ്, കുഫ്റാണ്. ഇതാണ് അവരുടെ ഒരു വിലയിരുത്തൽ പറയാം. ഇതേ നിലപാട് തന്നെയാണ് എന്ത് മറ്റ് മാലിക്കി, ഷാഫി, അഹ്മദുള്ളാഹി തആല ഇവരുടെയൊക്കെ മദ്ഹബ്. പിന്നെ ഇവിടെ മുഅ്തസിലത്തിൻ്റെയും ഖവാരിജിൻ്റെയും സൈദിയത്തിൻ്റെ മദ്ഹബ എന്ന് പറഞ്ഞില്ലേ, പക്ഷെ അവരായിട്ട് നീ ഫുറാക്കാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഅ്തസിലത്ത് എന്ന് പറയണേ ഒരു കുറ്റം ചെയ്തയാൾ ഇസ്ലാമിൽ നിന്ന് ഔട്ടായി പോകും. കുറ്റം ചെയ്തയാൾ എന്താവും, ഇസ്ലാമിൽ നിന്ന് ഔട്ടായി പോകും. ഖവാരിജ് തന്നെ പറയും.
കുറ്റം ചെയ്താൽ എന്തോ ഇസ്ലാമിൽ നിന്ന് ഔട്ടാവും. അതിൽ ഒരു വിഭാഗം പറഞ്ഞാൽ കുറ്റം ചെയ്ത ആൾ ഇസ്ലാമിൽ നിന്ന് ഔട്ടാവും, കുഫറി കയറും. നിഷേധം വേണ്ട. ഒരു തെറ്റ് കടുത്ത തെറ്റ് ചെയ്ത ആൾ ഇസ്ലാമിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും, കുഫറി പോയി കയറും. ഒരു വിഭാഗം പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ഔട്ടാവും, അവിടെ പോവില്ല, ഇടയ്ക്ക് പോകും. ഇതല്ല, ഈ ട്രെയിനിൻ്റെ ഇടയിൽ പോകുമെന്ന് പറഞ്ഞില്ല, പ്ലാറ്റ്ഫോമിൻ്റെ ട്രെയിനിൻ്റെ ഇടയിൽ പോയി വിളിക്കാന്ന് പറഞ്ഞാൽ മതി, അതിൻ്റെ ഇടയിൽ പോകും. ഈ വാദം ആർക്കില്ല? അഹമ്മദ് തങ്ങൾക്കോ മാലിക് ഇമാമിനോ ഷാഫി ഇമാമിനോ അസ്ഹാബുൽ ഹദീസിനോ ഇല്ല. ഇല്ലാതെ ഇപ്പോൾ തിരിഞ്ഞല്ലോ, പറഞ്ഞല്ലോ. ജൈദിയത്ത് ഇവരെ കൊടുക്കപ്പെട്ടൊരു വിഭാഗമാണ് കേട്ടോ. അത് വേറെ റൈറ്റായിട്ട് തിരിഞ്ഞ് പേരിൽ അറിയപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇവർ കടഭാഗത്തൊരു യോജിപ്പ് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ തുടർ സംസാരങ്ങളിൽ ശക്തമായ ഭിന്നിപ്പ് ഇവർക്ക് തമ്മിൽ ഉണ്ട് കേട്ടോ. ഇങ്ങനെ 4 വിഭാഗമാണ് ഈമാനെ സംബന്ധിച്ച ചർച്ചയിൽ പ്രധാനമായിട്ടും അഹ്ലുൽ ഖിബ്ല പരസ്പരം വിരുദ്ധ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള വിഭാഗങ്ങൾ.